സമരപന്തലിലെത്തി കെട്ടിപ്പിടിച്ച് തനിക്കൊപ്പമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയിൽ നിന്നും 3 വർഷം കഴിഞ്ഞിട്ടും നീതി ലഭിച്ചില്ലെന്ന് ശസ്ത്രക്രിയക്കിടെ മറന്നുവെച്ച കത്രികയുമായി 5 വർഷം ജീവിച്ച ഹർഷിന. നിരവധി അനാസ്ഥകളുടെയും ചികിത്സാ പിഴവുകളുടെയും ഇരകളായിട്ടുള്ളവരാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധ ധർണയിലുള്ളത്. ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു രക്തസാക്ഷി ആണ് ഞാൻ. അത്രയും ഒരു 4-5 വർഷത്തോളം വയറ്റിൽ വലിയൊരു കത്രിക 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു കത്രികയും പേറി ജീവിക്കുകയും എന്തോ ദൈവഭാഗ്യം കൊണ്ട് അത് കണ്ടുപിടിച്ച് 5-ാം വർഷത്തിലാണ് അത് വയറിന്ന് പുറത്തെടുക്കുന്നത്. അതിനുശേഷം ഡോക്ടേഴ്സിന് പറ്റിയ ഏറ്റവും വലിയ അശ്രദ്ധയാണ് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആരോഗ്യമന്ത്രിക്കും എല്ലാവർക്കും നമ്മൾ പരാതി കൊടുത്തു. അന്ന് തന്നെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ പരിഹാരം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 3-ാം വർഷത്തിലേക്ക് എത്തിയിട്ടും ഇതുവരെ നീതി ഉറപ്പായിട്ടില്ല. ഒരു തരത്തിലുള്ള പരിഹാരവും ഇതുവരെ ആയിട്ടില്ല. അത്രയും കാലവും ഞങ്ങൾ അനുഭവിച്ച വേദനകൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്നുണ്ടായ ഒരുപാട് ഓപ്പറേഷനും അതിനെ തുടർന്നുണ്ടാകുന്ന പല തരത്തിലുള്ള പ്രയാസങ്ങളും കാരണം ഇപ്പോഴും ഞാനൊരു മാറാരോഗിയായി ജീവിക്കുകയാണ്. എന്നിട്ട് പോലും ഗവൺമെൻറ് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ്. അവർ തിരിഞ്ഞു നോക്കൂല എന്നുള്ള അവസ്ഥയിൽ ഒരു തെരുവ് സമരത്തിലേക്ക് വരെ എത്തേണ്ടി വന്നു. 110ഓളം ദിവസം മെഡിക്കൽ കോളേജിന് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ അങ്ങനെ പല തരത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടും ആരോഗ്യമന്ത്രി ചോദിച്ചാൽ ഉടൻ പരിഹാരം ഉണ്ടാവും, ഹർഷിനക്കൊപ്പമാണ് സർക്കാർ നിരന്തരം പറയാന്നല്ലാതെ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആരോഗ്യമന്ത്രി ഇങ്ങനെ ആരോഗ്യരംഗത്തെ അനാസ്ഥകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ ശരികൾ തന്നെ ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കുന്നതെന്നാണ് ഇന്നലെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ശരികൾ തന്നെ ചെയ്തു പോകുന്നവരെ ആക്രമിക്കാൻ, പൊതുജനങ്ങൾ ആക്രമിക്കാന്ന് പറയുമ്പോൾ അത് പറയുന്നതിൽ തന്നെ എന്തൊരു വിഡ്ഢിത്തരാണ്. അപ്പോൾ ശരികൾ തന്നെ ചെയ്തു പോകുന്ന ഒരാളെ ആക്രമിക്കാൻ ആരെങ്കിലും വരുമോ? അപ്പോൾ ഇത്രയും വലിയ അനാസ്ഥകൾ, പിഴവുകൾ പറ്റിയ ആളുകളുടെ കൂടെ നിൽക്കാതെ അവർക്കൊരു നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ആരോഗ്യമന്ത്രി പിന്നെ എന്തിനാണ് നമുക്കിങ്ങനെ ഒരു ആരോഗ്യമന്ത്രി എന്നാണ് ചോദിക്കാനുള്ളത്. നമ്മളെ അടുത്ത് വന്ന് സമരപന്തലിൽ വന്ന് കെട്ടിപ്പിടിച്ച് ഹർഷിനക്കൊപ്പമാണ് സർക്കാർ, ഹർഷിനക്കുടൻ പരിഹാരം എന്ന് പറഞ്ഞ മന്ത്രിക്ക് എന്ത് പറ്റി? 3 വർഷമായി ഇപ്പോഴും നീതി കിട്ടാതെ ഇപ്പോഴും പോരാട്ടത്തിലാണ്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ആളുകളാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അവരെ ബന്ധുക്കളും അവരെ പല രൂപത്തിൽ ചികിത്സാ പിഴവുകൾ സംഭവിച്ച ആളുകളും അവർക്ക് ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരും ഇപ്പോഴും പല രൂപത്തിൽ ജീവൻ മരിച്ചതിന് തുല്യമായി ജീവിച്ചിരിക്കുന്നവരുടെ ബന്ധുക്കളും അങ്ങനെയുള്ളവരാണ് ഇവിടെ കൂടുതൽ വന്നിട്ടുള്ളത്. ഇതിനൊക്കെ ഒരു പരിഹാരം ഞങ്ങൾക്ക് ആര് കാണും? ആലുവ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ ജനനീതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഹർഷിന. ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥതയ്ക്കും ചികിത്സാപ്പിഴവിനും കാരണക്കാരായ ഡോക്ടർമാരെയും ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനനീതി സംരക്ഷണ വേദി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ KPCC ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷനുമായ അഡ്വക്കേറ്റ് BA അബ്ദുൽ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് ഒരിക്കൽ സഹായം നൽകാൻ കഴിയാതെ ഈ മേഖല പിടിപ്പുകേടിന്റെയും അതുപോലെ തന്നെ കെടുകാര്യസ്ഥതയും നിലയിലൂടെ മുന്നോട്ട് പോകുന്നു. ഈ പാവപ്പെട്ടവന്റെ സർക്കാർ എന്ന് പറയുന്ന പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് 1100 കോടി രൂപ മരുന്ന് വാങ്ങി ഇനത്തിൽ കൊടുക്കാറുണ്ട്. ഏതെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് നിഷേധിക്കാൻ കഴിയുമോ? കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ മാതാവായ ബിന്ദുവിന്റെ അപകട മരണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും രാജിവെക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് അബ്ദുൽ മുത്തലിബ് ആവശ്യപ്പെട്ടു. വിവിധ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വീഴ്ച മൂലം മരിച്ചവരുടെയും കിടപ്പ് രോഗികളായവരുടെ ബന്ധുക്കളും യോഗത്തിൽ പങ്കെടുത്തു. ജനനീതി സംരക്ഷണ വേദി സംസ്ഥാന രക്ഷാധികാരി KH സദക്കത്ത്, ജനനീതി സംരക്ഷണ വേദി സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സുചിത്ര, ചികിത്സാ പിഴവിന് ഇരയായ ഹർഷീന, അനീഷ് ജലീൽ, മനുഷ്യാവകാശ ഫോറം സംസ്ഥാന ചെയർമാൻ അബ്ദുൽ അസീസ്, JSV രക്ഷാധികാരി ഡോക്ടർ സോമശേഖരൻ നായർ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.